നീ തോക്കാനായിട്ട് ജനിച്ചവനാ. വേണ്ട, കൂടുതൽ വർത്താനം പറയണ്ട. താന് മുട്ടയ്ക്ക് വിചാരി വെച്ചവനാ. അപ്പുകുട്ടാ, അപ്പുകുട്ടന്റെ അപ്പുകുട്ടാ, ആരാ അത്? അയ്യോ അവിടെ നിൽക്കാ. നീ എങ്ങോട്ടാ? ഞാൻ ഇപ്പൊ വരാം, ഒരു അർജന്റ് കാര്യമുണ്ട്. എടാ അപ്പുകുട്ടാ, ദേ, ദേ. ജീവനി കൊതിയുണ്ട് എന്നെ പറ. നീ എന്തിനാ ഓടിയത്? നീ എന്തിനാ ഓടിച്ചേ? എടാ ഞാൻ യാത്ര പറയാൻ വിളിച്ചതല്ലേ. ശരി, നമ്മൾ രണ്ടുപേരും കൂടെ ഒരു സ്ഥലത്ത് നിൽക്കുന്നതാണല്ലോ പ്രശ്നം. അതുകൊണ്ട് ഞാൻ പോയേക്കാം. അരച്ചുമൂട്ടി അപ്പുകുട്ടനെ തോപ്പിക്കാൻ തൈപ്പറമ്പിൽ അശോകമേനോന് കഴിയില്ല എന്ന് നീ ഇപ്പൊ മനസ്സിലാക്കിയില്ലേ? എന്നാലും നീ എന്നെ ആള് വിട്ട് അടിപ്പിക്കുന്ന സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. ഒരടവും ഫലിക്കാതെ വരുമ്പോ പൂഴിക്കടകൻ നീ കേട്ടിട്ടുണ്ടോ? അവസാനം ഞാൻ അവനെ ഇറക്കി. അല്ല, കേസ് കഴിയാതെ നിനക്ക് പോകാൻ പറ്റൂല്ലോ. പോലീസുകാർ നേപ്പാളി വന്ന് നിന്നെ പൊക്കും. അങ്ങനെ സംഭവിച്ചാൽ അതെന്റെ വിധിയാണെന്ന് ഞാൻ കരുതും. നീ സെൻട്രൽ ജയിലിലേക്ക് ഒരു വാഗ്ദാനം വേണ്ട. ഞാൻ കാരണം എന്റെ അച്ഛൻ പലരുടെ മുമ്പിൽ നാണം കെട്ടു. നാണം കിടണം, അയാൾ ഇനിയും നാണം ഇനി അദ്ദേഹത്തെ പ്രയാസപ്പെടുത്താൻ എനിക്ക് വയ്യ. അതുകൊണ്ട് ഞാൻ പോവാന്ന് തീരുമാനിച്ചു. നന്നായി. അടുത്ത ആഴ്ച ഞാൻ പോകും. പൊക്കോ. അതിനു മുമ്പ് നിന്നെ കണ്ട് യാത്ര പറയാൻ പറ്റില്ല. വേണ്ട. അതുകൊണ്ടാ നിന്നെ ഇപ്പൊ കണ്ട് യാത്ര ചോദിക്കാന്ന് വെച്ചത്. വാ, ഞാൻ പൊക്കോ. അരശമ്മൂട്ടിൽ അപ്പുക്കുട്ടൻ ഈ മലമൂട്ടി കടന്ന് ദമയന്തിയായിട്ട് ഷൈൻ ചെയ്യും. തൈപ്പറമ്പിൽ അശോകൻ അങ്ങ് മലമുകളിൽ നീപ്പാളിൽ അശ്വതിയായിട്ട് ഷൈൻ ചെയ്യാം. കേട്ടോ? ഞാൻ നേപ്പാളിൽ നിന്ന് വരുമ്പോ നിനക്ക് എന്താ കൊണ്ടുവരേണ്ടത്? ഗൂർഖയുടെ വേഷം നിനക്ക് നന്നായിട്ട് ചേരും. അത് മതിയോ? പിന്നെ ശ്രീബുദ്ധന്റെ പ്രതിമ, കമ്പിളി, തൊപ്പി എല്ലാം അവിടെ വില കുറച്ച് കിട്ടുന്ന പറയുന്നത്. എനിക്കൊന്നും വേണ്ട, അശോകേട്ടൻ പെട്ടെന്ന് ഇങ്ങ് വന്നാ മതി. നീ ഇത് വെച്ചോ. എല്ലാം വെച്ചിട്ടുണ്ട്. ഉണ്ണിയപ്പം പറഞ്ഞാ കുട്ടിക്കിഷന് ജീവനാ. ഇത് വല്ലതും അവിടെ കിട്ടുമോ? ദേ, കുട്ടിമാമയെ പോലെ ഏട്ടനും അവിടെ അങ്ങ് കൂടാന്ന് വിചാരിക്കരുത്. പെട്ടെന്ന് ഇങ്ങ് പോന്നേക്കണം. അമ്മയുടെ പക്ഷിശാസ്ത്രക്കാരൻ പറയാതെ എനിക്ക് ഇനി ഇവിടെ വരാൻ പറ്റില്ലല്ലോ. കളിയാക്കൊന്നും വേണ്ട, എല്ലാം അയാള് പറഞ്ഞതുപോലെ നടന്നില്ലേ? അശോക, ഇതിരിക്കട്ടെ. കുട്ടീഷനോട് കാശൊന്നും ചോദിക്കണ്ട. അഡ്രസ്സൊക്കെ എടുത്തല്ലോ. എല്ലാം ഇതിലുണ്ട്. കുട്ടീഷൻ എയർപോർട്ടിൽ കാത്തു നിൽക്കും. നിന്നെ കൊച്ചിലെങ്ങാണ്ട് കണ്ടതാ. ഇപ്പൊ കണ്ടാ തിരിച്ചറിഞ്ഞൊന്നും ഇല്ല. അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചോളാം. എന്നാ ഇനി വൈകണ്ട. ശരി. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ മോനെ. ചെന്നുടനെ കത്തയക്കണം. ശരി.
ആരെയും കാണുന്നില്ല. ടാക്സി 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 कैप्टन के मेनन कांदीवत काठमांडू मालूम 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 हाँ जी हाँ डिक्की ओपन डिक्की ठीक है साहब है ये इधर नहीं रख सकता अंदर रखना पड़ेगा मैम अंदर चेदोला अच्छा तुम रखेगा ടാക്സി ഞാൻ കയറിയില്ല ടാക്സി ടാക്സി ക്ഷമിക്കൂ ക്ഷമിക്കൂ സഹോദര ക്ഷമിക്കൂ ക്ഷമിക്കൂ എന്റെ അമ്മേ യോ എന്റെ പേഴ്സ് എന്റെ പെട്ടി എന്റെ ഡയറി കുട്ടിമാമ सर वन कैप्टन के मेनन का घर काठमांडू मालूम रिटायर्ड कैप्टन कुट्टी कृष्ण मेनन सर रिटायर्ड कैप्टन सर कुट्टी कृष्ण मेनन काठमांडू मालूम तिमी जाओ कैप्टन के मेनन सर रिटायर्ड कैप्टन तिमी जाएंगे कि नहीं तिमी जाओ जाओ अबे हटो सर एक्सक्यूज मी वन कैप्टन के मेनन कर काठमांडू कुट्टी कृष्ण मेनन मालूम सॉरी सर कैप्टन നാട്ടിൽ നിന്ന് മാറി നിന്ന ആളുകൾ കൂടി നിന്ന് ആദരിക്കും പോലും ഒരു പക്ഷിശാസ്ത്രം എന്റെ ജ്യോത്സ്യം അവനെയൊക്കെ എന്റെ കൈ കിട്ടിയാൽ ഞാൻ താണ്ട് ഇതുപോലെ അങ്ങോട്ട് പിഴിഞ്ഞ് നാശം എടാ അപ്പൊ നീ കള്ളനല്ലേ എന്റെ അമ്മ എന്റെ പേഴ്സ് ഭാഗ്യം അഡ്രസ് കിട്ടി നീ പിന്നെ എന്തിനാ എന്റെ ബാഗ് എടുത്ത് പോയ അഡ്രസ് കിട്ടിയല്ല നീ ആള് കൊള്ളാമല്ലോ നിനക്ക് വേണോ ഉണ്ണിയപ്പം സ്മോൾ അപ്പം ഏത് ഭാഷക്കാർക്കും തിന്നാം നിന്റെ തലപോലിരിക്കുന്നല്ലേ എന്താ എന്റെ പേര് വാട്ട്സ് യുവർ നെയിം तुम्हारा नाम क्या है റിംപോച്ചെ 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 അതെന്ത് പോച്ച റിം എന്ന് വെച്ചാ സൈക്കിൾ റിം പോച്ച എന്ന് വെച്ചാ പുല്ല് നിന്റെ രൂപവും നിന്റെ പേരുമായിട്ട് യാതൊരു ബന്ധവുമില്ലല്ലോ നിനക്ക് ഞാനൊരു പേരിടാം ഉണ്ണിയപ്പത്തിന്റെ തല പോലിരിക്കുന്നവൻ ഉണ്ണിക്കുട്ടൻ ഉണ്ണിക്കുട്ടൻ ഞാൻ അശോകൻ നിനക്ക് അശോകേട്ടാന്ന് വിളിക്കാം അശോകേട്ടൻ അക്ക സോട്ടോ അശോകേട്ടൻ അക്ക സോട്ടോ കേട്ടോ ആ നേപ്പാളിൽ അങ്ങനെ വിളിക്കാം ഉണ്ണിക്കുട്ടോ അക്ക സോട്ടോ ഉണ്ണിക്കുട്ടോ അക്ക സോട്ടോ ഉണ്ണിക്കുട്ടാ അക്ക സോട്ടോ ഇന്നിനി ഇവിടെങ്ങാനും കൂടാ കുട്ടിമാമയുടെ അഡ്രസ് തിരഞ്ഞടന്ന് പാവപ്പെട്ട നേപ്പാളികളുടെ കൈക്ക് ജോലി ഉണ്ടാക്കണ്ട अच्छा है अच्छा ഒരു ചായ കുടിക്കാം
ചായ 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 പിയാ ചായ പിയാ ചായ 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 ഞാൻ പൈസ പൈസ ഉണ്ണിക്കുട്ടാ ഇതെവിടെ പോയി? ഉണ്ണിക്കുട്ടാ അക്കസോട്ടോ 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 സ്റ്റോപ്പ് 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 സ്റ്റോപ്പ്. അയ്യോ എന്റെ അമ്മോ എന്തൊരു വലിയ വീട്. കുട്ടിമാമ നല്ല കാശുള്ള ഏതോ നേപ്പാളി പെണ്ണിനെ കള്ളൻ അടിച്ചെടുത്തത്. തുറക്കും കുട്ടിമാമ. കുട്ടിമാമ എന്താ എന്താ ഡോൾമ? कोई मौला आ रहा था ഭ്രാന്തനോ? മനസ്സിലായില്ല. ഞാൻ അശോകൻ. അശോകൻ കുട്ടിയമ്മ വളരെ ചെറുപ്പത്തിലല്ലേ എന്നെ കണ്ടിട്ടുള്ളൂ. അമ്മ കാര്യമൊക്കെ എഴുതിയിരുന്നില്ലേ? കുട്ടിയമ്മ എന്താ എയർപോർട്ടിൽ വരാത്ത? അതുകൊണ്ട് ഞാൻ എന്തൊക്കെ കഷ്ടപ്പെട്ടെന്നറിയോ? എന്റെ പെട്ടി പോയി ഭാഷ അറിയാൻ ഞാൻ ആകെ കഷ്ടപ്പെട്ടു. बानू को कौन से हो? ഞാനൊന്ന് ചോദിച്ചു മനസ്സിലാക്കട്ടെ ഡോൾമ. നീ അടുക്കളയിലേക്ക് ചെല്ലേ. പാഞ്ചേമ്മൻ ചാവൂ. കുട്ടിയമ്മ എന്റെ നേപ്പാളി മാമി ഇതുവരെ മലയാളം പഠിച്ചില്ലേ കുട്ടിയമ്മ? എന്റെ ഭാര്യയുടെ ഡീറ്റെയിൽസ് ഞാൻ പിന്നെ പറയാം. ഹൂ ആർ യു? തും കോൻ ഹോ? നീ ആരാണ്? നിനക്ക് എന്ത് വേണം? വാട്ട് യു വാണ്ട്? ഞാൻ പറഞ്ഞില്ലേ ഞാൻ അശോകനാണെന്ന്. കുട്ടിയമ്മയുടെ സ്വന്തം ഏട്ടത്തിയുടെ മകൻ, രാഘവനന്റെ സുമതിയമ്മയുടെ മകൻ, തൈപ്പറമ്പിൽ അശോകൻ. അശോക എന്താ നിന്നെ അല്ലടാ മോനെ അശോക. അശോകന കുട്ടിമാമ എന്നെ വിളിച്ചോ? അപ്പുക്കുട്ടൻ നീ ഇവിടെ നേപ്പാളില്ല? അപ്പുകുട്ടനെ ആരാ കുട്ടിമാമ ഇവൻ? അപ്പുക്കുട്ടൻ നീ വിളച്ചെടുക്കണം. ഞാൻ ആരാണെന്നോ? താൻ പറഞ്ഞ സുമതി എടുത്തിയുടെ മകൻ അശോകനായി. അയ്യോ അല്ല കുട്ടിമാമ, ഇവൻ വസുമതി വല്യമ്മയുടെ മോനാ അപ്പുക്കുട്ടൻ. ഞാനാ അശോകൻ. നമ്മുടെ കുടുംബത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവൻ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ടല്ലോ. എന്താ അശോക ഇത്? അത് പിന്നെ ഈ ഫ്രാഡുകളുടെ ഒരു ടെക്നിക്കാണ്. നമ്മുടെ കുടുംബ ചരിത്രത്തിന്റെ അറ്റവും മൂലം അറിഞ്ഞു വന്നിട്ട് നമ്മളെ ചീറ്റിയാൻ വന്നിരിക്കുകയാണ്. നേപ്പാളിലും പോലീസ് സ്റ്റേഷൻ ഉണ്ടെന്ന് പറഞ്ഞേരെ കുട്ടിമാമ. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. കുട്ടിമാമ ഇനി വെച്ച് താമസിപ്പിക്കണ്ട. വലിഞ്ഞേറി വന്ന ഒരു മലയാളി എന്ന നിലയ്ക്ക് ഒരു 200 നേപ്പാളി മണീസ് കൊടുത്തു വിട്. ഞാൻ പോയി പല്ലി വെച്ചിട്ട് വരാം. നീ ആരാണെന്ന് പറഞ്ഞില്ലേ നിനക്ക് തേക്കാൻ പല്ലുണ്ടാവില്ല. കുട്ടിമാമ രണ്ട് വെച്ച് വന്നിരിക്കുകയാണ്. ഇവന്റെ സഞ്ചി റിവോൾവറാണ്. വിളിക്ക് ആംബുലൻസിനെ, പോലീസിനെ. ഇവൻ എന്നെ തട്ടിക്കളയും. തീവ്രവാദിയാണ്. അശ്വതി അടുക്കരുത്. ഇവൻ ഭ്രാന്തനാണ്. മാറിയില്ലേ? അശ്വതി ഇയാൾ ഇവിടെ വന്നോ? മോൾ ഇവനെ അറിയോ? ഇയാളാണ് ഇന്നലെ എന്റെ ഫ്ലാഷ് മോഷ്ടിക്കാൻ നോക്കിയത്. ഇപ്പോഴോ ഞാൻ പറഞ്ഞില്ലേ അമ്മ, ഇവൻ കള്ള റാസ്കലാണ്. അമ്മാവാ അങ്ങനല്ല അത്. അമ്മ അവൻ ഇനി ഇതിൽ ഇടപെടണ്ട. ഞാൻ ഇവനെ കൈകാര്യം മാറിയില്ല. ആരിശുമുട്ടി അപ്പുക്കുട്ടനോട് കളിക്കരുത്. കളിച്ച കളി പഠിപ്പിക്കും. ഇറങ്ങി പോ.